നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അത്ഭുതമായ ഒരു മനുഷ്യനെ തേടിയാണ്. അത് സംഗതി വേറൊന്നുമല്ല, നമ്മൾ പരകായ പ്രവേശം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ഒരാള് മറ്റൊരാളുടെ ശരീരത്തിൽ കയറി അയാളായി മാറുക. പക്ഷെ എനിക്ക് അടുത്തിരിക്കാൻ തന്നെ പേടിയാണ്. ഈ ഇരിക്കുന്ന ആള് കാട്ടുകൊള്ളക്കാരൻ വീരപ്പന്റെ ആത്മാവ് ഇങ്ങനെ ഒരു പാവം സാധാരണ മനുഷ്യനിലേക്ക് കടന്നുകൂടോ, അതോ ഇതൊക്കെ അഭിനയമാണോ? വീരപ്പനായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ വളരെ കഴിവുകളുള്ള ധാരാളം സിനിമകളിൽ ചെറുതെങ്കിലും വേഷങ്ങൾ ചെയ്യുകയും ഒരു നായക വേഷം ഈയിടയ്ക്ക് ചെയ്ത ഒരു പടം റിലീസാവാനിരിക്കുന്നു. ഒത്തിരി കഴിവുകളുള്ള ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 2 ദിവസത്തിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഈ വീരപ്പൻ്റെ ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുകയും ആള് ഇപ്പോൾ വീരപ്പനായി മാറിയിരിക്കുകയാണ്. ഇതാ ഈ തോക്കൊക്കെ കണ്ടോ, വലിയ ഒരു ഗണ്ണ് സംഭവം. ഇതൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപകടമാണ്. തോക്ക് തനിയെ ഉണ്ടാക്കി എന്നുള്ള കാര്യം PVC ആണ് സംഭവം. എങ്കിലും ഇത് ഒറിജിനൽ തോക്ക് പോലുണ്ട്. ഇതൊക്കെ വെച്ച് ഈ ഇരിക്കുന്ന ആളുമായിട്ട് നമുക്ക് എന്താണ് അദ്ദേഹത്തിൽ വന്ന ഈ മാറ്റങ്ങൾക്ക് കാരണം എന്ന് നമുക്ക് തിരക്കാം. ഞാൻ കുറച്ചു ദിവസം കൊണ്ട് ഉറക്കത്തിൽ വീരപ്പനെ കുറിച്ച് സ്വപ്നം കാണുകയാണ്. സത്യമംഗലം കാടുകളെ വിറപ്പിച്ച വീരപ്പന്റെ സ്വപ്നം. അങ്ങനെ ഞാൻ വീരപ്പനായി മാറിയിരിക്കുകയാണ്. സത്യമംഗലം കാടുകളെ വിറപ്പിച്ച വീരപ്പന് ഒരു പെണ്ണ് വേണമെങ്കിൽ ഒന്നും ഭയക്കാനില്ല, അവളെ തട്ടിക്കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇപ്പം ചന്ദനത്തടിയുടെ മണമുള്ള അതിന്റെ നടുവിൽ ഞാൻ ഇരിക്കും. അപ്പോൾ ചന്ദനം കടത്തിയ ഒരു ധൈര്യവും ആത്മവിശ്വാസവും എനിക്ക് കിട്ടും. മുത്തുവാശൻ അത് ഇടയ്ക്ക് പറയുകയും ചെയ്യും. നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അപ്പോഴേ ഇപ്പം ട്രിപ്പിൾ ടക്കർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ഇറങ്ങാനുള്ളത്. ഈ രൂപത്തിലാണ്. അപ്പോൾ ആ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ അവസരം കിട്ടും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ നായകനായ സിനിമയും കൂടെ ഇറങ്ങുമ്പം എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ അധികമായിട്ട് പുറത്തുള്ള ആഹാരങ്ങൾ വലുതായിട്ട് കഴിക്കില്ല. ചായ കുടിക്കും എങ്കിലും വീട്ടിലുള്ള കുടിക്കും. അത് പോയിട്ട് മിക്കവാറും നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ വല്ല ദോശ, അപ്പം, കട്ടൻ ചായ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാറുള്ളൂ. പിന്നെ ബിരിയാണി, ജിലേബി, ലഡു ഇങ്ങനെയൊക്കെയുള്ള മറ്റ് പല ബേക്കറി ഐറ്റം പല കാര്യങ്ങൾ നമ്മൾ കഴിക്കാറില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരിതുണ്ട്. ചിലപ്പം എന്തെങ്കിലും കഴിക്കാം. നമുക്കിപ്പോൾ എവിടെയും ദൂരോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും പറ്റാതെ വന്നു കഴിഞ്ഞാൽ കടയിൽ കയറി കഴിക്കേണ്ടി. ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാറ്? ആരോഗ്യം നിലനിർത്താൻ കരുതി ഇപ്പം വേറെ പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല. വീട്ടിൽ തന്നെ 2 ആടും ഒരു കുട്ടിയുണ്ട്. രാവിലെ ഒരു 5:30-6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആ ആട് കുട്ടികളെ കഴിച്ച് കെട്ടുക, അതിന് വെള്ളം കൊടുക്കുക. പിന്നെ ഒരു 10-20 കോഴിയുണ്ട്. അതിന് നമ്മൾ തുറന്നൊക്കെ വിട്ട് ആഹാരം കൊടുക്കുക. പിന്നെ ഇവിടെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് പോയി ആടിന് വേണ്ടിയുള്ള തോലുകളും ഇലകളും അതും ഇതുമൊക്കെ വെട്ടി ഒരു മണിക്കൂർ അതിന്റെ ജോലിയുണ്ട്. മരത്തിൽ കയറൂല, ഒന്നുകിൽ മൂട്ടിലൊക്കെ നിൽക്കുക, വെട്ടിയെടുക്കും. പിന്നെ വളഞ്ഞ കത്തി ഉണ്ടല്ലോ, കത്തി വെച്ചിട്ട് തോട്ട വെച്ചിട്ട് അതിനെ മുറിച്ച് വിട്ട് കൊണ്ടുവന്നിട്ടിരിക്കും. 2-3 ദിവസമായിട്ട് ഇങ്ങനെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഇങ്ങനെയുള്ള സമയങ്ങളിൽ. പിന്നെ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് പോലെ കളരിയൊക്കെ ഒന്ന് കളിച്ചു നോക്കും. പിന്നെ ശ്വാസം ഉണ്ടല്ലോ, അതൊന്ന് ചെയ്ത് നോക്കും. പ്രാണായാമം ചെയ്യും. ഉറുമി ഇപ്പൊ കയ്യിലുണ്ട്? ഉണ്ട്. ഉറുമി ഒന്ന് കാണിക്കാമോ? കാണിക്കാം. മറ്റേ പഴയ വീടുകളിലൊക്കെ ഇരിക്കുന്ന ക്ലോക്ക് ഉണ്ടല്ലോ, അപ്പോ വീരപ്പ, ഈ ഡെയിലി കാര്യങ്ങൾക്കൊക്കെ വരുമാനത്തിന് എന്താ വകയായിട്ട് കണ്ടെത്തുക? വരുമാനമൊന്നും കിട്ടാറില്ല. സത്യമംഗലം കാടുകളെ വിറപ്പിച്ച വീരപ്പനായി തന്നെ ഇരിക്കും. പക്ഷെ ഒരു 5:30 മണിയൊക്കെ കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ പോയി അമ്മ വല്ലോന്താ, അമ്മ വയറ് വിശക്കണ, അമ്മ വല്ലോന്താ, ഇതാണ് എന്റെ പരിപാടി. പല സിനിമാ നടികൾ വരെ എന്നെ വിളിച്ചിട്ട് ക്രഷാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആർക്കും ഇതുവരെ നമ്പർ കൊടുത്തിട്ടില്ല. വീരപ്പൻ മദ്യപിക്കാറുണ്ടോ? ഇല്ല. മദ്യപിച്ചിട്ടോ? ഇല്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. കഞ്ചാവ്? ഇല്ല, അതും ഉപയോഗിച്ചിട്ടില്ല. MDMA? ഇല്ല.
പിന്നെ ഈ വീരപ്പന്റെ ഈ താടിയും ഈ വലിയ മീശയൊക്കെ കാണുമ്പോൾ ആൾക്കാര് കഞ്ചാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരപ്പൻ എന്ത് പറയും? നാട്ടിൻപുറത്തുള്ള ആളുകളൊക്കെ കഞ്ചാവും മദ്യവും ഒക്കെ ഉപയോഗിച്ച് അവരൊരു മനസ്സൊക്കെ ഒരുമാതിരിയാക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴേ അവരെന്നെ കാണുമ്പം പറയും ഇവൻ എന്താ കഞ്ചാവൊക്കെ അടിച്ച് നടക്കുകയാണ് വീരപ്പന്റെ മോഡലിൽ എന്നൊക്കെ. പക്ഷെ ഞാനതൊന്നും ഉപയോഗിക്കില്ല, ഞാനിതൊന്നും ഉപയോഗിക്കുന്നുമില്ല. പോട്ടെ, ഇത് നമുക്ക് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അങ്ങയെക്കുറിച്ച് പറയാനുള്ളത്? അപ്പൊ നമ്മള് ഇത്ര നേരവും പറഞ്ഞത് ഒക്കെ വെറുതെയാണ് കേട്ടോ. ഇത് നമ്മുടെ പാവപ്പെട്ട നമ്മുടെ പേരെന്താ പറഞ്ഞ രഘു ചുള്ളിമാനൂര്. രഘു ചുള്ളിമാനൂരാണ്. ഒത്തിരി പടങ്ങളിലൊക്കെ അഭിനയിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഏതാണ് ഇപ്പൊ വരുന്ന റിലീസിന് വേണ്ടിട്ട് ഒരുങ്ങിയിരിക്കുന്ന? ഇപ്പൊ ഒരുങ്ങിയിരിക്കുന്ന സിനിമ ട്രിപ്പിൾ ടക്കറാണ്. ആ സിനിമയ്ക്കകത്ത് ഇതുപോലെ മീശയൊക്കെ വെച്ച് ഒരു ഗുണ്ട വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡയലോഗ് കൊണ്ട് തമിഴ്നാട് തേങ്ങാപ്പട്ടണം അതുപോലെ തന്നെ വിഴിഞ്ഞം ഇവിടെയൊക്കെ ഷൂട്ടിംഗ് നടന്ന് ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ പടം റിലീസാവും. കുറച്ച് ആദ്യമായിട്ടാണ് ഞാൻ സിനിമയിൽ ഡബ് ചെയ്യണത്. മുമ്പ് ചെയ്ത സീരിയല്, ടെലിഫിലിം, ഷോർട്ട് ഫിലിം ഇതിലെല്ലാത്തിനും മറ്റുള്ള ആളുകളാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതിൽ ഡബ് ചെയ്ത ഒരു ഡയലോഗ് ഇപ്പൊ പറയാൻ പറ്റുമോ? ഓർമ്മയുണ്ടോ? പറയാം. അവന്ന് പറഞ്ഞേ. ഇടാ ഇവന്റെ ഒക്കെ പല്ലടിച്ച് പൊട്ടിടാ. ഇതാണ് ഒരു നല്ലൊരു ഡയലോഗായിട്ട് എനിക്ക് കിട്ടിയ ഇത്. ഒരു അങ്ങനെ ഗുണ്ടകള് ഒരു പയ്യനെ തട്ടിക്കൊണ്ട് വന്നിട്ട് അയാളെ പല്ലടിച്ചിളക്കാൻ വേണ്ടി ഒരു സ്പാനർ കൊടുത്തിട്ട് അയാളെ അടുത്ത് പറഞ്ഞ് ഫസ്റ്റിൽ ചെയ്ത ഡയലോഗാണത്. ആദ്യത്തെ സിനിമയാണ് ഈ ഡയലോഗ്. എത്ര സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട്? രണ്ടാം ഭാവം, ഇല്ലന്റ്, ട്രാൻസേഷൻ, ഇപ്പം ഇത് ട്രിപ്പിൾ ടക്കർ. ഇനി ഒരു സിനിമ ഉണ്ട്, അതിന്റെ പേര് പറയുന്നില്ല, അത് എഡിറ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിലെ നായകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇത്രയോളം നീളമുള്ള താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട്. അത് ഇറങ്ങി കഴിയുമ്പം എനിക്ക് ഈ സിനിമയും ട്രിപ്പിൾ ടക്കറും ആ സിനിമ ഇറങ്ങുമ്പം പുതിയ ചാൻസുകൾ കിട്ടുമെന്നുള്ള വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രഘു ചുള്ളിമാനൂർ എന്ന് പറയുന്ന ഈ അനുഗ്രഹീത കലാകാരൻ വീടിനുള്ളിൽ വരച്ചിരിക്കുന്ന ഒരു മനോഹര ചിത്രമാണ് തിരുപ്പിറവി. ധാരാളം അവാർഡുകളൊക്കെ കുട്ടിക്കാലം മുതലേ കിട്ടിയിട്ടുള്ള ആളാണ്. ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് എവിടെയൊക്കെയോ ആരൊക്കെയോ ചെറിയ കൈത്താങ്ങ് നൽകാത്തത് കൊണ്ട് അതാവണം ഒരുപക്ഷെ എങ്ങുമെത്താതെ ഈ മനുഷ്യൻ ഇപ്പോഴും കലയെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് സീരിയലില് ധാരാളം സീരിയൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. കുറെ സീരിയലുകളിൽ അഭിനയിച്ചു. മിന്നുങ്ങൾ, ഡയാന, ഡിക്റ്റേറ്റീവ് ആനന്ദ്, ആലിപ്പഴം, കത്തനാർ, കാണാക്കിനാവ്, കല്യാണി, നൊമ്പരപ്പൂ, സ്ത്രീധനം, കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്, ഉൾക്കടൽ. ഇപ്പോൾ അഭിനയിച്ചത് മണിമുത്ത്, സ്നേഹപൂർവം, ശ്യാമ. ഈ 2 സീരിയലിലാണ് ഇപ്പോൾ അഭിനയിച്ചത്. ഓരോ എപ്പിസോഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കാതെ പോണ്. വലിയ കണ്ടിന്യൂറ്റി ഉള്ള വേഷമായിരുന്നെ ചിലപ്പം കൂടുതൽ സീരിയലുകളിലൊക്കെ വേഷങ്ങൾ കിട്ടുമായിരുന്നു. ഒത്തിരി കഴിവുള്ള ഒരാളാണ്. നിങ്ങൾ ഈ അഭിനയം പഠിച്ചത് എവിടെയാണ്? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്? എനിക്ക് കുട്ടിക്കാലത്തെ അഭിനയ മോഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ തലമുടിയൊക്കെ നീട്ടി വളർത്തിയത്. പിന്നീട് പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്നൊക്കെ ഉള്ള പരസ്യങ്ങൾക്ക് ഫോട്ടോയൊക്കെ അയച്ചു നോക്കി. ചാൻസുകൾ കിട്ടാതെ വന്ന് അങ്ങനെ ഞാൻ സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവല്ലം അവിടെ പോയിട്ടാണ് ആക്ടിംഗ് കോഴ്സ് പഠിച്ചത്. ആദം അയൂബ് സാറിന്റെ മിന്നുങ്ങൾ, ഡയാന, ഡിക്റ്റേറ്റീവ് ആനന്ദ്, അങ്ങനെ 3 സീരിയലുകൾ എനിക്ക് ഓരോ എപ്പിസോഡുള്ള കഥാപാത്രങ്ങളെ കിട്ടി. ഭിക്ഷക്കാരൻ, യോഗി, ഇങ്ങനെയൊക്കെ ഉള്ള വേഷങ്ങൾ. അപ്പോഴേ അത് കണ്ട് മറ്റുള്ള കുറെ സീരിയലുകളിൽ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ഭിക്ഷക്കാരന്റെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഭാഗം ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റും ഓർമ്മയിലുള്ളത്? മോളെ, 5-6 ദിവസമായി ആഹാരം കഴിച്ചിട്ട് വയറ് വിശന്നിട്ട് എന്തെങ്കിലും തന്നെ മോളെ, എന്തെങ്കിലും താ മോളെ. മോളെ, മോക്ക് പുണ്യം കിട്ടും മോളെ. ഓക്കെ, ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു അഭിനയം തന്നെയാണ് ചേട്ടൻ കാഴ്ചവെക്കുന്നത്. മറ്റൊന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കളരി അഭ്യാസിയാണ്. ഉറുമീസ് 2 ഉറുമീസൊക്കെ ഒരുമിച്ച് കയറ്റാൻ കഴിയുമെന്ന് ഞാനൊരു റീലിൽ കണ്ടായിരുന്നു. 2 ഉറുമി ഒരുമിച്ച് കയറ്റുന്നത് ആ കഴിവൊക്കെ ഉള്ള ആളല്ലേ? അതെ, ഞാൻ കളരി പഠിച്ചിട്ടുണ്ടായിരുന്നു. KKM കളരി സംഘം എന്നും പറഞ്ഞ ആട്ടുകാലുള്ളവര് നമ്മളൊരു അപ്പൂപ്പനായിട്ട് വരും. അപ്പോൾ പുള്ളി
ഇതുപോലെ കളരി പഠിപ്പിക്കുമായിരുന്നു. അവിടെ പോയി ഞാൻ സിനിമയിൽ ചിലപ്പോൾ സ്റ്റണ്ടൊക്കെ ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞ് കളരി പഠിച്ചു 4 വർഷം. അത് ആനാടുള്ള മുത്തുവാശാനാണോ? ആനാടല്ല, ആറ്റുകാലുള്ള മുത്തുവാശ. അതിനുശേഷം ഇത് കൂടുതൽ എനിക്ക് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ വക്കം കർണാടക മാഷിന്റെ കളരിയിൽ പോയത്. അപ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വരും. അപ്പോഴും മർമ്മ കളരി ഓരോ ദിവസത്തെ ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ ആ ക്ലാസ്സിൽ പോയി പഠിച്ച് അതിനുശേഷം സുരേഷ് ഗുരുക്കള് സാറിന്റെ കൂടെ വിനോദ് സാറ് അവര് കളരി, കരാട്ട ഇങ്ങനെയൊക്കെയുള്ള പല ഇതുകളും പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ പോയി മർമ്മ കളരി, തട്ട്, ഇളക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. കരാട്ടെ അറിയാം? കരാട്ടെ അല്ല, അത് ഈ ഡ്രസ്സ് അതുപോലെ ആണെങ്കിലും അത് കളരീര, മർമ്മ കളരീര അവരെ വേഷവിധാനം ഇതാണ്. പിന്നെ ഞാൻ ഉറുമിയൊക്കെ വീശും. അത് ഞാൻ അവിടെ കളരിയിൽ ഉറുമിയൊന്നും അന്ന് വീശിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് കണ്ടും കേട്ടും പഠിച്ചാണ് ആ സാധനം ഞാൻ വീശി അങ്ങനെ ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, ഇദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞു. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മള് ഈ കളരിയില് നോക്കി തള്ളിയിടുക, ചൂണ്ടി ഒരാളിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശത്രുവിനെ ചൂണ്ടുമർമ്മം ഉപയോഗിച്ച് തള്ളിയിടുക, അതൊക്കെ സാധ്യമാണോ? ചൂണ്ടുമർമ്മം ഉണ്ട്, അത് കറക്റ്റ് ആണ്. നമ്മളൊരു ശത്രു നമ്മൾ അടിക്കുകയാണ്, അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊരു മർമ്മ പ്രയോഗം. കുത്തിക്കഴിഞ്ഞാൽ കണ്ണിൽ കുത്തിക്കഴിഞ്ഞാൽ നമ്മള് മറിഞ്ഞ് വീണു പോകും. അതുപോലെ ഇവിടെ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അതുപോലെ മറിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ കൊണ്ടുവരുമ്പോ തന്നെ നമുക്ക് പിന്നെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്, അതുപോലെ ഇവിടെ ഉണ്ട്. ആരെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തള്ളിയ ഈ താടിയോട് ഉൾപ്പെടെ ഇങ്ങനെ മറിഞ്ഞു പോവാം. ഇങ്ങനെ മർമ്മ ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഇല്ല, അടിച്ചു ഞാൻ പോയിട്ടില്ല. ഇതിപ്പോ പഠിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വഴക്കിന് പോകാൻ, അടിക്കാൻ അങ്ങനെയൊന്നും നമുക്ക് തോന്നൂല. ഞാൻ സാധാരണ ഒരു സമാധാനത്തോടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ക്യാസ, അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. എപ്പോഴും എനിക്ക് അഭിനയിക്കണം എന്നുള്ള ഒരിത് മാത്രം. അങ്ങനെ ഒരു വലിയൊരു നടനാവണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ചിത്രകാരനാണ്. 10-30 വർഷം കൊണ്ട് സ്കൂളിൽ ഡ്രോയിങ് സാറും ക്രാഫ്റ്റ് സാറൊക്കെ സ്കൂളിലായിരുന്നു. നെടുവങ്ങാട് ഒരു സ്കൂളിലുണ്ടായിരുന്നു, ദർശന. പിന്നെ ഇപ്പം സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ മോടവൻ മുകൾ, അവിടെയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപകനായി 20 വർഷം. പിന്നീട് ഇപ്പം അവിടെ ജോലിയില്ല. ഇപ്പൊ ഞാൻ ഫൈനാൻസ് കോളേജ് മോഡലിംഗ് ഇരിക്കാനാണ് പോണത്. അപ്പോഴവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ മോഡലിരിക്കുമ്പോൾ നമ്മളെ നോക്കി നമ്മളെ മുഖം പോലെ തന്നെ കുട്ടികൾ വരയ്ക്കും. അതുപോലെ നമ്മളെ ക്ലേയിൽ നമ്മളെ രൂപം കുട്ടികൾ ചെയ്യും. പിന്നെ സിമെന്റിൽ നമ്മളെ പ്രതിമകൾ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഇതുകളുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ. അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ട്, ഫോട്ടോ ഒക്കെ. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ കേട്ടല്ലോ, ഇദ്ദേഹത്തിന് സിനിമ, സീരിയൽ ഇത് രണ്ടുമാണ് ഇപ്പോൾ ഉള്ള വരുമാന മാർഗം. പക്ഷെ ഇഷ്ടം സിനിമ ചെയ്യാൻ തന്നെയാണ്. അദ്ദേഹത്തിന് സിനിമാ ലോകത്തേക്ക് പുതിയ എൻട്രികൾ, അതും സിഗ്നേച്ചർ ഇടാൻ പറ്റുന്ന രീതിയിൽ എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു കലാകാരനാണ്. ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സിനിമാ ലോകത്തിന്റെ വെള്ളിത്തിരയുടെ അംഗീകാരത്തിന് വേണ്ടി ഇദ്ദേഹം കാത്തിരിക്കുകയാണ്. നെടുവങ്ങാട് അല്ലേ? നെടുവങ്ങാട് ചുള്ളിമാനൂർ. നെടുവങ്ങാട് വിതിര പോകുന്ന റൂട്ടിലാണ് ചുള്ളിമാനൂര്. അവിടെ അടുത്ത് തന്നെയാണ്. അവിടെ ഒരു ചിത്രകലാ പഠന കേന്ദ്രമൊക്കെ ഉണ്ട്. നന്നായിട്ട് ചിത്രം വരയ്ക്കും. അതും ഈ വിഷ്വലിൽ കാണിക്കാം. ഓക്കെ, ഇനിയും നമുക്ക് കാണാം ഇതുപോലെ പുതിയ കണ്ടന്റുകളുമായിട്ട്. ഞങ്ങൾ ഇനിയും വരും. ഓക്കെ.